ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം കൊണ്ടുള്ളൊരു റോസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മഷ്റൂം നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടികൾ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമുക്കൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് ഉള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത് ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കറിവേപ്പില വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പില ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം നമുക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത് മഷ്റൂമിലോട്ട് നമ്മുടെ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മഷ്റൂമിൽ നിന്ന് നമുക്ക് വെള്ളമൊക്കെ ഊറി വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ മഷ്റൂമിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഊരി വരുന്നത് കണ്ടോ. ഇപ്പോൾ റോസ്റ്റ് പരുവത്തിലാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മഷ്റൂം നന്നായിട്ട് കുക്കായി കിട്ടും. നമുക്കൊരു കറി രൂപത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മഷ്റൂം റോസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂമിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്